ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ലോകത്ത് എന്തു തന്നെ വിലപ്പെട്ടതാണെങ്കിലും ഉറക്കം, മനസ്സമാധാനം, സന്തോഷം എന്നിവയേക്കാൾ വലുതായി ഒന്നുമില്ല. ഉള്ളിൽ നീറുമ്പോഴും പുറമെ ചിരിക്കണം. കാരണം സങ്കടങ്ങൾ അത് നമ്മുടെ മാത്രം സ്വകാര്യതയാണ്. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. എന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ അതൊരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാവുകയില്ല. യോഗ്യനല്ലാത്ത ഒരാളോട് രഹസ്യം പറയുക എന്നത് ദ്വാരമുള്ള ഒരു പാത്രത്തിൽ ജലം നിറയ്ക്കുന്നതിന് തുല്യമാണ്. ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ്. ചിലർ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു. കുട്ടികൾക്ക് 2 കാര്യങ്ങൾ പകർന്നു നൽകുക. ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ, രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ. നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. ഉള്ളിൽ അഹങ്കാരം നിറയുകയാണെങ്കിൽ ജ്ഞാനത്തിന് ഇടമുണ്ടാകില്ല. ചില വാക്കുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പറഞ്ഞയാൾ മറന്നു പോകുമെങ്കിലും കേട്ടയാൾ മരിക്കുവോളം അവ ഓർമ്മയിൽ സൂക്ഷിക്കും. പലപ്പോഴും ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ആളുകൾക്ക് നമ്മുടെ അടുത്തുള്ളവരെക്കാൾ സന്തോഷം നൽകാൻ കഴിയും. അറിവ് ഒരു കൃഷിയിടമാണ്. നിങ്ങൾ നിലമൊരുക്കി വിത്ത് വിതച്ചില്ലെങ്കിൽ വിളവെടുക്കാൻ സാധിക്കില്ല. ഒരു ബന്ധത്തിനായി ഒരിക്കലും രാജിക്കരുത്. നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരെ സ്വീകരിക്കാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നടിക്കുന്നവരെ നിരസ്കരിക്കാനും ധൈര്യപ്പെടുക. ആർക്കും ആരെയും സ്നേഹിച്ചു മതിയാവില്ല. സ്നേഹം നൽകിയും ആർക്കും ആരെയും തൃപ്തിപ്പെടുത്താനും ആവില്ല. സ്നേഹം ഒരു അനുഭവമാണ്. അകലും തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു തിരിച്ചറിവ്. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക. ഒന്നെങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കാം, അല്ലെങ്കിൽ അവസാനവും. ചില ബന്ധങ്ങൾ അതിരു കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. ഒരു സ്ത്രീക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നണമെങ്കിൽ നിങ്ങൾ അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അക്ഷരങ്ങൾ നിരത്തി വെച്ച് എന്തും നമുക്ക് വായിക്കാം. വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ്. സ്വന്തം മനസ്സിന്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അത് നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ ജീവിതം എത്രയോ രസകരമാണ്. നിങ്ങൾ ദുഃഖങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുഃഖിക്കപ്പെടും. ജീവിത പാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരുന്നതാണ്. നിങ്ങൾ വിജയിക്കുന്നത് വരെ ജീവിതം ഓരോ പരീക്ഷണങ്ങൾ വീണ്ടും വീണ്ടും നൽകുന്നതാണ്. വിജയിക്കാൻ ആഗ്രഹമുള്ളവർ പരിശ്രമം അവസാനിപ്പിക്കാൻ പാടില്ല. എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല, വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹായുഗത്തിന്റെ തുടക്കമായേക്കാം. ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകണം. ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവന്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത്. ഇന്നു തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം. നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത്, പ്രവർത്തിക്കുക. വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്നോർക്കുക, അവിടെ തകർന്നത് സ്വന്തം വ്യക്തിത്വമാണ്. അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ് നഷ്ടമായത്. കൈവിട്ടു കളഞ്ഞതെന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്ന് വരില്ല. കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ്. ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർഥ്യമല്ല. അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. മനസ്സിലാക്കുക എന്നത് അറിവിനേക്കാൾ ആഴമേറിയ കാര്യമാണ്. നമ്മളെ അറിയുന്നവർ പലരും ഉണ്ടാകും, എന്നാൽ നമ്മളെ മനസ്സിലാക്കുന്നവർ വളരെ ചുരുക്കമേ കാണൂ. നമ്മൾ നെഞ്ചിനകത്ത് കൊണ്ട് നടന്നവരുടെ ഉള്ളിൽ നമുക്കൊക്കെ വെറും ചവറ്റുകുട്ടിയുടെ പേപ്പറിന്റെ വിലയെ ഉണ്ടാവാറുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും വളരെ വൈകിപ്പോകും. ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരാളെ അവഹേളിക്കുന്നത് വെറും 2 കാരണങ്ങളാലാണ്. ഒന്നെങ്കിൽ അയാളോടുള്ള ബഹുമാനക്കുറവ് മൂലം, അല്ലെങ്കിൽ അയാളോടുള്ള വിശ്വാസക്കുറവ് കാരണം. ഒരു പുരുഷനിൽ സ്ത്രീ ആദ്യം ശ്രദ്ധിക്കുന്നത് അയാളുടെ പെരുമാറ്റമാണ്. ജീവിതം നിങ്ങളെ നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്നു.
പലതും നല്ലതും ചിലത് ചീത്തയും. നല്ലതിൽ നിന്നും മാത്രം പഠിക്കുക, തിന്മയെ മറക്കുക. എനിക്ക് എല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക. എല്ലാ മനുഷ്യന്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു. അവൻ എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്നും വേർതിരിക്കുന്നത്. സമുദ്രജലത്തിലെ ഏതാനും തുള്ളികൾ വിഷമയമായാൽ സമുദ്രം മുഴുവൻ വിഷമയമാകില്ല. മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ്. ജീവിതം ഒരിക്കലും സാഹചര്യങ്ങളാൽ ദുരിതപൂർണമാകുന്നില്ല. മറിച്ച് ലക്ഷ്യമില്ലായ്മയിലും നിഷ്ക്രിയത്വത്തിലുമാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. പറക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇഴഞ്ഞു നടക്കുന്നവന്റെ അഭിപ്രായത്തിന് ചെവി കൊടുക്കരുത്. അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും, നിലവിളിക്കും. അവരുടെ നിസ്സഹായതയാണ് അതിന് കാരണം. അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടി വരും. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും. നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല. പഴയതുപോലെ ആക്കുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക. ബുദ്ധിമാന്മാർ ചില അവസരങ്ങളിൽ മിണ്ടാതിരിക്കുന്നു. അറിവ് മാത്രമുള്ളവർ സംസാരിച്ചു തുടങ്ങുന്നു. എന്നാൽ വിഡ്ഢികൾ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാം എല്ലാവരും മറ്റുള്ളവരെക്കാൾ നമ്മെ തന്നെ സ്നേഹിക്കുന്നു. എന്നാൽ നമ്മുടെ അഭിപ്രായത്തെക്കാൾ അവരുടെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷത്തിനും നമ്മൾ വിട്ടുകൊടുക്കുന്ന വിലയും പരിഗണനയും മറ്റാരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വയം നല്ലതായി തോന്നാൻ തുടങ്ങുന്നു, മികച്ചതായി കാണപ്പെടുന്നു. മാത്രമല്ല, നിങ്ങൾ ആകർഷകമാകാനും തുടങ്ങുന്നു. എല്ലായ്പ്പോഴും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ ബുദ്ധിമതികളും ശാന്തശീലരുമായിരിക്കും. ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരും ഇരുട്ട് പകരുന്നവരുമുണ്ട്. അതിനാൽ ഇരുട്ട് പകരുന്നവരെ പൂർണ്ണമായും അവഗണിക്കരുത്. കാരണം ഇരുട്ടാണ് വെളിച്ചം എന്തെന്ന് തിരിച്ചറിവ് നൽകുന്നത്. ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് കാണുന്നവർക്ക് മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാണ്. വാശിയൊക്കെ ആകാം, പക്ഷേ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായാൽ ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുക്കണം. പിരിയേണ്ടി വന്നാൽ ദുഃഖം ഇരുവർക്കും ഒരുപോലെയാണ് എന്ന് മറക്കാതിരിക്കുക. മരിച്ചു പോകാൻ ജീവനറ്റ് പോകണമെന്നില്ല. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അത്രമേൽ നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ ഒന്ന് മാറ്റി നിർത്തിയാൽ മതി. ജീവിതത്തിൽ സത്യം പറഞ്ഞ് വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത്. നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോടും നമുക്കൊരു ഇഷ്ടം കൂടുതലായിരിക്കും. കാരണം നേടാൻ കഴിയാത്തത് പലതും നമ്മുടെ സ്വപ്നങ്ങളാണ്. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല. പശ്ചാത്താപത്തിന് ഇടവരുത്താതെ സന്തോഷത്തിനും സംതൃപ്തിക്കും കാരണമാകുന്ന പ്രവൃത്തികളാണ് സൽക്കർമ്മങ്ങൾ. നേരെയുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ എവിടെയും എത്തില്ല. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കണം. അപ്പോഴേ ലക്ഷ്യസ്ഥാനത്തിന് അർത്ഥമുണ്ടാകൂ. കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും. സത്യം വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടിവരും. അതാണ് ലോകം. ഒരു താക്കോൽ മതി അടയ്ക്കാനും തുറക്കാനും. ഒരു നാവ് മതി വളർത്താനും തളർത്താനും. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷെ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളവർ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ്. മനസ്സിലാക്കി ചേർത്തു പിടിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. പുരുഷനെ മാനസികമായി ബലഹീനനാക്കാൻ ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് കൃത്യമായ സമയങ്ങളിൽ ഉണ്ടാകുന്ന കണ്ണീർ.
ചിരിക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം. കരയാനുള്ള കാരണങ്ങൾ വേണ്ടപ്പെട്ടവർ തന്നെ നൽകുന്നതാണ്. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും. തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും. 1000 ബുക്കുകളിൽ നിന്ന് 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും. ആരിൽ നിന്നും അധികമൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് നമുക്ക് നമ്മുടെ മനസ്സിനും സന്തോഷങ്ങൾക്ക് നൽകാനാകുന്ന ഏറ്റവും വലിയ സമ്മാനം. അകന്നു പോകുന്നവരോട് അരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ സൗഹൃദം മടുപ്പായി തോന്നുമ്പോഴാണ് അവർ നമ്മെ വിട്ടകലുന്നത്. ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ നോക്കേണ്ടത് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരെയാണ്. ആദർശങ്ങളിൽ എപ്പോഴും ഉദാരതയും പ്രായോഗികതയും കാത്തു സൂക്ഷിക്കണം. എങ്കിലും നിങ്ങളുടെ പാദങ്ങൾ നിലത്ത് സ്പർശിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. മറ്റുള്ളവരെ കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും ഏത് അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും ഓർക്കണം. മികച്ച സുഹൃത്തുക്കളെ ലഭിക്കാൻ പ്രയാസമാണ്, ഉപേക്ഷിക്കാൻ പ്രയാസമാണ്, മറക്കാനും പ്രയാസമാണ്. തുടർച്ചയായി പോസിറ്റീവ് ചിന്തകളുടെ മാത്രം കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതം വെള്ളത്തെ പോലെ ആവണം. സാഹചര്യം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പരിശീലിക്കണം. എങ്കിലും ഒഴുകാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം. ചില വേദനകൾ തീക്കനലുകൾ പോലെയാണ്. കത്തുകയോ അണയിക്കുകയോ ഇല്ല, നീറിപ്പുകഞ്ഞുകൊണ്ടേയിരിക്കും. കാലചക്രത്തിന്റെ കറക്കത്തിൽ ഇന്നത്തെ പരാജയം നാളെ വിജയവും, ഇന്നത്തെ വിജയം നാളെ പരാജയവുമായി മാറാം. എരിഞ്ഞടങ്ങുവാനോ നിരാശയിൽ തലകുരിച്ചിരിക്കുവാനോ ഉള്ളതല്ല ജീവിതം, മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ്. നമ്മളൊരു ബന്ധത്തെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത്. ഇഷ്ടമില്ലാത്തവരോട് നിങ്ങൾ മാന്യമായി സഹകരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഒരു ബുദ്ധിശൂന്യനാണെന്നല്ല. പകരം നിങ്ങൾക്ക് ആ വ്യക്തിയെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യാനുള്ള പക്വത ഉണ്ടെന്നാണ്. തയ്യാറെടുപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന്റെ ഫലമാണ് വിജയം. അതിന് പ്രത്യേകമായ നിഗൂഢ രഹസ്യങ്ങളൊന്നുമില്ല. ചതിക്കുന്ന സ്ത്രീകളെ തിരിച്ചറിയുവാനുള്ള ഒരേ ഒരു മാർഗം അവരെ വിശ്വസിക്കുന്നതായി നടിക്കുക എന്നതാണ്. നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക. എന്നാൽ മനസ്സ് നന്നാകും. മനസ്സു നന്നായാൽ പ്രവൃത്തിയും, അങ്ങനെ വ്യക്തിയും നന്നാവും. വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് പറയാൻ പോകുന്നത് ശരിയാണോ, ഇപ്പോൾ പറയേണ്ടതുണ്ടോ എന്നിങ്ങനെ സ്വയം ചോദിക്കുക. സമുദ്രത്തിലെ ഏതാനും തുള്ളി മലിനമായാൽ സമുദ്രം മുഴുവൻ മലിനമാകില്ല. മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ്. ദേഷ്യപ്പെടാതെ കോപിച്ചവനെ കീഴടക്കുക. ദുഷ്ടനെ നന്മയാൽ കീഴടക്കുക. പിശുക്കനെ ഔദാര്യം കൊണ്ടും കള്ളം പറയുന്നവനെ സത്യം പറഞ്ഞും ജയിക്കുക. ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട്. ആ കഥകളിൽ ഓരോ ശരികളുണ്ട്. മറ്റാർക്കും മനസ്സിലാക്കാനാവാത്ത അവരുടേതായ ശരികൾ. പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചറിഞ്ഞവരുടേത് മാത്രമാണ്. ഒന്നുമല്ലെന്ന് തോന്നുമ്പോൾ കണ്ണാടിക്ക് മുന്നിൽ നിവർന്നു നിന്ന് ചോദിക്കുക, ഇതുവരെ എത്തിയത് എല്ലാം ഉണ്ടായിട്ടായിരുന്നോ എന്ന്. സ്വപ്നങ്ങൾ വേണം, ലക്ഷ്യങ്ങൾ വേണം, അടിയുറച്ച വിശ്വാസവും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ പോരാളി. ജനനം എളുപ്പമാണ്, മരണം അതിനുമേറെ നിസ്സാരമാണ്. പക്ഷേ ഇടയിലുള്ള ജീവിതമാണ് ഏറ്റവും ദുർഘടം. ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ജീവിതം എളുപ്പമാകണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക. കഠിനാധ്വാനം ചെയ്യുന്നവരെ മാത്രമേ ദൈവം തുണയ്ക്കൂ എന്ന് ഉറപ്പിച്ചു പറയാവുന്ന തത്വമാണ്. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യനാണ്. മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം, നേരിടണം.
ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. ക്ഷമയുള്ളവർക്ക് മാത്രമേ സ്വപ്നങ്ങൾ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ പരമാവധി ക്ഷമിക്കുക. ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുപോലും നമ്മളെ തേടിയെത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിന്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും. ഒരു സ്ത്രീയെ നിങ്ങളെ ആകർഷിക്കാൻ നിങ്ങൾ നിങ്ങളായി നിലകൊണ്ടാൽ മാത്രം മതി. സ്വപ്നം കാണാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അതിന് ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ പ്രയത്നിക്കാൻ തയ്യാറായാൽ മാത്രം മതി. ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയങ്ങളും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാതകൾ തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം. വാസ്തവത്തിൽ അസാധ്യം എന്നൊരു കാര്യവും ഇതുവരെ ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നുവെങ്കിൽ ഈ ലോകത്തൊന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിച്ചിരുന്നതോ ജീവിച്ചിരിക്കുന്നതോ ആയ പലരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളാണെന്ന് തിരിച്ചറിയുക. ദരിദ്രനായിരിക്കുക എന്നത് ഒരു നാണക്കേടല്ല, എന്നാൽ അത് പറഞ്ഞു നടക്കുന്നത് മഹത്തരവുമല്ല. അഭിനയിക്കാതെ ജീവിക്കുക, ആശ്രയിക്കാതെ സ്നേഹിക്കുക, പ്രതിരോധിക്കാതെ കേൾക്കുക, അപമാനിക്കാതെ സംസാരിക്കുക. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല എന്ന് കാണിക്കാൻ. മറ്റൊരു വ്യക്തിയുടെ മനസ്സിൽ മുറിവുണക്കാൻ നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല മരുന്നാണ് അനുകമ്പ. ഒരു മെഴുകുതിരി വാങ്ങാനായി നിങ്ങളുടെ കൈവശമുള്ള സൂര്യനെ വിൽക്കരുത്. കൈവശമുള്ളത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ വില മനസ്സിലാകൂ. ഏത് പ്രതിസന്ധിയിലും ആത്മധൈര്യം കൈവിടരുത്. നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്തുവാനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലിനും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല, മറ്റൊരാളുടെ മനസ്സിനെ വെറുപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനുമുള്ള കഴിവാണ്. രണ്ട് തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കില്ല. ഒന്ന്, നിങ്ങൾ അറിയാതെ നിങ്ങളെ പ്രണയിക്കുന്നവർ. രണ്ട്, നിങ്ങളോട് കള്ളം പറയുന്നവർ. ഇഷ്ടപ്പെട്ട പുരുഷനു വേണ്ടി അവരുടെ തെറ്റിലും കുറ്റങ്ങളിലും ഒരു സ്ത്രീ കൂടെ നിൽക്കും. ഇത് ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് ആണ്. നമ്മുടെ ചുറ്റുമുള്ള ലോകം ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും അവിടെ നിരാശപ്പെടണോ ശാന്തമായി മുന്നോട്ടു പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരുടെ നിഷേധാത്മക വാക്കുകളിൽ നിരാശപ്പെടാതെ മുന്നോട്ടു പോവുക. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താല്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും. ഒരു പക്ഷേ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക. എല്ലാ മനുഷ്യന്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു. അവൻ എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്നത്. സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ വിഷമയമായാൽ സമുദ്രം മുഴുവൻ വിഷമയമാകില്ല. മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ്. ജീവിതം ഒരിക്കലും സാഹചര്യങ്ങളാൽ ദുരിതപൂർണമാകുന്നില്ല. മറിച്ച് ലക്ഷ്യമില്ലായ്മയിലും നിഷ്ക്രിയത്വത്തിനാലുമാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. പറക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇഴഞ്ഞു നടക്കുന്നവന്റെ അഭിപ്രായത്തിന് ചെവി കൊടുക്കരുത്. അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും, നിലവിളിക്കും. അവരുടെ നിസ്സഹായതയാണ് അതിന് കാരണം. അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടി വരും. ജീവിതം ഹ്രസ്വമാണ്. നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചിലവഴിക്കുക. ആരോടും അമിതമായി സ്നേഹമോ കരുതലോ വാത്സല്യമോ കാണിക്കരുത്. കാരണം സൗജന്യമായി ലഭിക്കുന്നത് എന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യന്റെ പ്രവണതയാണ്. നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക. വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല, മുള്ളുകൾ നിറഞ്ഞതാണ്. തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാനാകാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാകില്ല. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാകുകയോ ചെയ്യേണ്ടതില്ല.
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ്. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. വേദന മറച്ചുകൊണ്ടല്ല, വേദനയെ അറിഞ്ഞു ചിരിക്കണം. തളർത്തുന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്തറിയിക്കുവാനും. ഇന്നിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ നാളെക്കുറിച്ച് അറിയുവാനുള്ള വഴിയായി. ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്താൻ നോക്കുക, അത് നിങ്ങളെ നാളത്തേക്ക് ഗുണം ചെയ്യും. ഒരു സ്ത്രീക്ക് പുരുഷനെ മനസ്സിലാക്കാൻ അയാളുടെ സംസാരവും പെരുമാറ്റവും അറിഞ്ഞാൽ മാത്രം മതി. സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ. ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കുമില്ല. വേദനിപ്പിക്കാൻ 100 പേരുണ്ടെങ്കിൽ സന്തോഷം നൽകാൻ ഒരാളെങ്കിലും കാലം നമുക്കായി കരുതി വെച്ചിട്ടുണ്ടാകും. അതൊരു പ്രപഞ്ച സത്യമാണ്. ഒരു തെറ്റും വരാതെ ആരും ജീവിച്ചിട്ടുണ്ടായില്ല. നടക്കാൻ പഠിച്ചപ്പോൾ വീഴാനും വീണപ്പോൾ എഴുന്നേൽക്കാനും പഠിച്ചില്ലേ? തിരുത്തലുകളാണ് ജീവിതത്തെ സമ്പൂർണമാക്കുന്നത്. ഒരു റോസാപ്പൂ തോട്ടം മുഴുവൻ നൽകിയാലും ചില ആളുകൾക്ക് അതിലെ മുള്ളുകൾ മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ ചിലർക്ക് ഒരില നൽകിയാലും ആ തോട്ടം കിട്ടിയതുപോലെ തോന്നും. നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ആധാരം. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക. മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥ അളവുകോൽ അവരുടെ ജീവിതത്തിന്റെയും മഹത്വത്തിന്റെയും നിമിഷങ്ങളല്ല, മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിലും മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ്. ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നത് ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ്. എപ്പോഴും നല്ലതിനെ കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക. കാരണം എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ്, അതുപോലെയാണ് ലോകവും. വിധിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, പക്ഷെ സ്വഭാവത്തെ നമുക്ക് മാറ്റാം. അത് വിധിയെ മാറ്റിമറിക്കും. ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും, കുറച്ചിരുട്ടും അത്യാവശ്യമാണ്. ജീവിതവും അതുപോലെയാണ്. സന്തോഷത്തിന്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദ്യകരമാവുകയുള്ളൂ. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിന്റെ പുറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ. വേദന ഒരു സമ്മാനമാണ്. അത് ഒഴിവാക്കുന്നതിന് പകരം സ്വീകരിക്കാൻ പഠിക്കുക. വേദനകളില്ലാതെ വളർച്ചയില്ല. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും. ഒരു സ്ത്രീക്ക് നിങ്ങളോട് പ്രണയമുണ്ടെങ്കിൽ അവൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം ഏറ്റവും സത്യസന്ധമായി സംസാരിക്കും. ധനം നൽകാൻ ആഗ്രഹിക്കുന്ന കൈകൾ എപ്പോഴും ശൂന്യമായിരിക്കും. നിറഞ്ഞ കൈകൾക്ക് അതിനുള്ള സമയം ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിരിക്കുവാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം. കരയുവാനുള്ള കാരണങ്ങൾ വേണ്ടപ്പെട്ടവർ തന്നെ നൽകുന്നതാണ്. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്നു എന്നതിനർത്ഥം അവരാണ് ശരിയെന്നല്ല. നമ്മൾ അവരോട് നമുക്ക് വേണ്ടി ക്ഷമിക്കുന്നു എന്നാണ്. നമ്മൾ ക്ഷമാക്ഷീരരായാൽ ജീവിതം സുഖകരമായി മുന്നോട്ടു പോകും. ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം. പരാജയം ഒന്നിന്റെയും അവസാനമല്ല, അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക. ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. അവ ഹൃദയം കൊണ്ട് അനുഭവിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് വില കിട്ടാത്ത ഇടങ്ങളിൽ, നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളിൽ, അറിവിന് യാതൊരു വിലയും നൽകാത്ത സ്ഥലങ്ങളിൽ അല്പം സമയം പോലും ചിലവഴിക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ആത്മവിശ്വാസത്തോടെ പോവുക. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സന്തോഷത്തോടെ നയിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, അത് തോൽപ്പിച്ചവരുടെ മുന്നിൽ ജയിച്ചു കാണിക്കാനുള്ളതാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ദിവസവും സംസാരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ മറ്റൊരാളോടും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് ദയാലുവാവുക. നിങ്ങൾ നിങ്ങളെ തന്നെ പിന്തുണയ്ക്കുക.
വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉചിതമായ രീതിയിൽ വസ്ത്രം ധരിക്കുക. കാരണം ഒരു വ്യക്തിയുടെ വസ്ത്രധാരണ രീതിയും അവരുടെ മാനസികാവസ്ഥയും തമ്മിൽ സ്ഥാപിത ബന്ധമുണ്ട്. നമ്മളിൽ പലരുടെയും ജീവിതം ഒരു കാത്തിരിപ്പാണ്. ഒരിക്കലെല്ലാം ശരിയാകുമെന്ന കാത്തിരിപ്പ്. ജനിക്കുന്നത് നമ്മുടെ തീരുമാനത്തിനനുസരിച്ചല്ല, എന്നാൽ അതിനിടയിലുള്ള ജീവിതം നമ്മുടെ തീരുമാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. ഓരോ അവഗണനയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്, പാലിക്കേണ്ട അകലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ. മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവില്ല. പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും. അതാണ് ജീവിതം. നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. നമുക്ക് എല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്. നിങ്ങൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ്. ബുദ്ധിമാനായ പുരുഷൻ തൻ്റെ ഭാവി കാര്യങ്ങൾ ഒരു സ്ത്രീയിൽ നിന്നും ഒളിച്ചു വയ്ക്കും. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്നും അവരെ തടയുന്നു.